ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്ലോറിയസ് എജു ടിപ്സിലേക്ക് സ്വാഗതം. PSC പ്രിലിമിനറി എക്സാം സിലബസ് ബേസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകളാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. അതിലാദ്യമായിട്ട് ഫിസിക്കൽ സയൻസിൽ വരുന്ന കെമിസ്ട്രിയിലെ ആദ്യത്തെ ടോപ്പിക്കായ ആറ്റം ഘടന എന്ന ടോപ്പിക്ക് മുഴുവനായും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നോട്ട്സ് എഴുതാൻ സമയമില്ലാത്തവർക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് പഠിക്കാവുന്ന രീതിയിലാണ് ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത്. അപ്പോൾ നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ടോപ്പിക്കാണ് ആറ്റവും ആറ്റത്തിൻ്റെ ഘടനയും. ഓക്കെ, അപ്പോൾ എന്താണ് ആറ്റം? ഒരു പദാർത്ഥത്തിൻ്റെ രാസപരമായ ഏറ്റവും ചെറിയ കണികയെയാണ് നമ്മൾ ആറ്റം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം, നമുക്ക് ചുറ്റുപാടും ഒരുപാട് പദാർത്ഥങ്ങൾ കാണപ്പെടുന്നുണ്ട്. അപ്പം ഈ പദാർത്ഥങ്ങളൊക്കെയും ആറ്റങ്ങളാൽ നിർമ്മിതമാണ്. പദാർത്ഥങ്ങളെല്ലാം ആറ്റങ്ങളാൽ നിർമ്മിതമാണ്. അതുകൊണ്ട് തന്നെ ഒരു പദാർത്ഥത്തിൻ്റെ രാസപരമായ ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം എന്ന് പറയുന്നത്. ഇവിടെ രാസപരമായെന്ന് പ്രത്യേകം ഓർത്തിരിക്കണം. ഭൗതികപരമായ ഏറ്റവും ചെറിയ കണിക തന്മാത്രയാണ്. അത് നമ്മൾ പഠിക്കുന്നതായിരിക്കും. ഇപ്പോൾ എന്താണ് ഒരു പദാർത്ഥത്തിൻ്റെ രാസപരമായ ഏറ്റവും ചെറിയ കണിക ആറ്റം. അറ്റോമോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ആറ്റം എന്ന പദമുണ്ടായത്. അറ്റോമോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ആറ്റം എന്ന പദമുണ്ടായത്. അറ്റോമോസ് എന്ന വാക്കിൻ്റെ അർത്ഥം വിഭജിക്കാൻ കഴിയാത്ത എന്നാണ്. വിഭജിക്കാൻ കഴിയാത്ത എന്നർത്ഥം വരുന്ന അറ്റോമോസ് എന്ന വാക്കിൽ നിന്നാണ് ആറ്റം എന്ന പദമുണ്ടായിരിക്കുന്നത്. അത്രയും ചെറുതാണ് ആറ്റം, വിഭജിക്കാൻ കഴിയാത്തതാണ്. ഇനി ആറ്റം എന്ന പദം നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞനാണ് ഓസ്റ്റ്വാൾഡ്. അറ്റോമിക സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ചത് ജോൺ ഡാൽട്ടൺ. അപ്പോൾ ആ രണ്ട് ശാസ്ത്രജ്ഞന്മാരെ മാറിപ്പോവരുത്. ആറ്റം എന്ന പദം നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞനാണ് ഓസ്റ്റ്വാൾഡ്. എന്നാൽ അറ്റോമിക സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ച ശാസ്ത്രജ്ഞനാണ് ജോൺ ഡാൽട്ടൺ. അറ്റോമിക സിദ്ധാന്തം ജോൺ ഡാൽട്ടൺ. ഇനി അറ്റോമിക സിദ്ധാന്തം അവതരിപ്പിച്ച ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? കണാദമുനി. അറ്റോമിക സിദ്ധാന്തം അവതരിപ്പിച്ച ആദ്യ ഇന്ത്യക്കാരനാണ് കണാദമുനി. അദ്ദേഹത്തിൻ്റെ അറ്റോമിക സിദ്ധാന്തം പരമാണു സിദ്ധാന്തം അല്ലെങ്കിൽ ക്ലാസിക്കൽ അറ്റോമിക് തിയറി എന്നീ പേരുകളിലും അറിയപ്പെടുന്നുണ്ട്. പരമാണു സിദ്ധാന്തം അല്ലെങ്കിൽ ക്ലാസിക്കൽ അറ്റോമിക് തിയറി ആരുടേതാണ്? കണാദമുനിയുടേതാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകമായ വൈശേഷിക സൂത്രത്തിലാണ് അദ്ദേഹം അറ്റോമിക സിദ്ധാന്തം അവതരിപ്പിച്ചിരിക്കുന്നത്. പുസ്തകത്തിൻ്റെ പേര് വൈശേഷിക സൂത്രം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രധാനപ്പെട്ടതാണ്. എന്താണ്? ഒരു പദാർത്ഥത്തിൻ്റെ രാസപരമായ ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. അറ്റോമോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ആറ്റം എന്ന പദമുണ്ടായത്. അറ്റോമോസിൻ്റെ എന്ന വാക്കിൻ്റെ അർത്ഥം വിഭജിക്കാൻ കഴിയാത്ത. ഇനി അടുത്തത് ആറ്റം എന്ന പദം നിർദ്ദേശിച്ചത് ഓസ്റ്റ്വാൾഡ്. അറ്റോമിക സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ചത് ജോൺ ഡാൽട്ടൺ. അറ്റോമിക സിദ്ധാന്തം അവതരിപ്പിച്ച ആദ്യ ഇന്ത്യക്കാരൻ കണാദമുനി. ഇനി നമ്മൾ പഠിക്കുന്നത് ആറ്റം മാതൃകകളെ കുറിച്ചാണ്. അപ്പോൾ പ്രധാനപ്പെട്ട ആറ്റം മാതൃകകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, പ്ലം പുഡിംഗ് മോഡൽ ഒന്നാമത്തെ ആറ്റം മാതൃകയാണ് പ്ലം പുഡിംഗ് മോഡൽ. തണ്ണിമത്തൻ മാതൃക എന്ന പേരിലും പ്ലം പുഡിംഗ് മോഡൽ അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, തണ്ണിമത്തൻ മാതൃക. ജെ തോംസൺ ആണ് പ്ലം പുഡിംഗ് മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത സയൻറ്റിസ്റ്റ്. ഓക്കെ, 1904 അദ്ദേഹം പ്ലം പുഡിംഗ് മോഡൽ അവതരിപ്പിച്ചത്. അദ്ദേഹത്തിന് 1906 നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, തണ്ണിമത്തൻ മാതൃക എന്നറിയപ്പെടുന്നു. ഉപജ്ഞാതാവ് ജെ തോംസൺ. തണ്ണിമത്തൻ മാതൃക ജെ തോംസൺ. ഓക്കെ, അപ്പം എന്താണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്? നമുക്കിവിടെ ചിത്രത്തിൽ കാണാവുന്നതാണ്. ഒരു ആറ്റം മോഡൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു തണ്ണിമത്തനും വാട്ടർമെലണും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്താണ്? ഒരു ആറ്റത്തെ തണ്ണിമത്തനുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ തണ്ണിമത്തനിൽ നമ്മൾ എഡിബിൾ പാർട്ട് കഴിക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെ റെഡ് കളറിൽ കാണപ്പെടുന്നത്, അതൊക്കെ ആറ്റത്തിന് എന്തിന് തുല്യമാണ്? ആറ്റത്തിലെ പോസിറ്റീവ് ചാർജിന് തുല്യമാണ്. ഒരാറ്റത്തെ തണ്ണിമത്തനുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ആറ്റത്തിലെ എഡിബിൾ പാർട്ട് എങ്ങനെയാണോ അതുപോലെയാണ്, തണ്ണിമത്തനിലെ എഡിബിൾ പാർട്ട് എങ്ങനെയാണോ അതുപോലെയാണ് ആറ്റത്തിലുള്ള പോസിറ്റീവ് ചാർജ്. അതുപോലെ തണ്ണിമത്തനിലെ സീഡ്സ് എങ്ങനെയാണോ അതുപോലെയാണ് ആറ്റത്തിലെ ഇലക്ട്രോണുകൾ. ഓക്കെ, ഇത്രയാണ് അദ്ദേഹം പ്ലം പുഡിംഗ് മോഡൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ്? ആറ്റം മാതൃകകളിലെ പ്ലം പുഡിംഗ് മോഡൽ തണ്ണിമത്തൻ മാതൃക എന്നറിയപ്പെടുന്നു. ജെ തോംസൺ ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം 1904 അവതരിപ്പിച്ചത്. 1906 നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്.
അടുത്ത മാതൃകയാണ് ന്യൂക്ലിയർ മാതൃക. ന്യൂക്ലിയർ മാതൃകയുടെ ഉപജ്ഞാതാവാണ് ഏണസ്റ്റ് റൂദർഫോർഡ്. ഏണസ്റ്റ് റൂദർഫോർഡ് ആണ് ന്യൂക്ലിയർ മോഡലിൻ്റെ ഉപജ്ഞാതാവ്. അപ്പോൾ ഏണസ്റ്റ് റൂദർഫോർഡ് ഫിസിക്സിലാണെങ്കിലും കെമിസ്ട്രിയിലാണെങ്കിലും ഒരുപാട് പ്രധാനപ്പെട്ട ഒരു സയൻറ്റിസ്റ്റാണ്. അദ്ദേഹം ന്യൂക്ലിയർ ഫിസിക്സിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഏണസ്റ്റ് റൂദർഫോർഡ്. അതുപോലെ ന്യൂക്ലിയസ് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ്. ന്യൂക്ലിയസിനുള്ളിലെ പ്രോട്ടോൺ കണ്ടുപിടിച്ച വ്യക്തിയും ആരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ് തന്നെയാണ്. അദ്ദേഹം ന്യൂക്ലിയർ മാതൃക അവതരിപ്പിച്ച വർഷം 1911. അപ്പോൾ എന്താണ് ഏണസ്റ്റ് റൂദർഫോർഡ് എന്ന് പ്രത്യേകം പഠിക്കണം. കാരണം മറ്റൊരു റൂദർഫോർഡ് കൂടിയുണ്ട്, ഡാനിയൽ റൂദർഫോർഡ്. അദ്ദേഹം നൈട്രജൻ കണ്ടുപിടിച്ച ആളാണ് ഡാനിയൽ റൂദർഫോർഡ്. ഇതാരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ്. ന്യൂക്ലിയർ മാതൃക കണ്ടുപിടിച്ചിരിക്കുന്നത് ഏണസ്റ്റ് റൂദർഫോർഡ്. ന്യൂക്ലിയർ ഫിസിക്സിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു. ന്യൂക്ലിയസ് കണ്ടുപിടിച്ചു. ന്യൂക്ലിയസിനുള്ളിലെ പ്രോട്ടോൺ കണ്ടുപിടിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ചിത്രത്തിൽ കാണാൻ പറ്റുന്നതായിരിക്കും റൂദർഫോർഡ് മോഡൽ ഓഫ് ആറ്റം. ഇതിനകത്ത് ആറ്റത്തിൻ്റെ കേന്ദ്രത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ആറ്റത്തിൻ്റെ കേന്ദ്രമാണ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസിനുള്ളിലാണ് പ്രോട്ടോണും ന്യൂട്രോണും കാണപ്പെടുന്നത്. ന്യൂക്ലിയസിനുള്ളിൽ എന്തൊക്കെയാണ് കാണപ്പെടുന്നത്? പ്രോട്ടോണും ന്യൂട്രോണും. ഇനി ന്യൂക്ലിയസിനെ ചുറ്റിയിട്ടുള്ള വൃത്താകാരത്തിലുള്ള ഒരു പാതയുണ്ട്. ഈ സർക്കുലാർ പാതയെ പറയുന്ന പേരാണ് ഓർബിറ്റലുകൾ. ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്ന പാതയാണ് ഓർബിറ്റലുകൾ. പ്രോട്ടോണും ന്യൂട്രോണും എവിടെയാണ് കാണപ്പെടുന്നത്? ന്യൂക്ലിയസിൽ. അതായത് ആറ്റത്തിൻ്റെ കേന്ദ്രമായ ന്യൂക്ലിയസിലാണ് പ്രോട്ടോണും ന്യൂട്രോണും കാണപ്പെടുന്നത്. എന്നാൽ ഇലക്ട്രോൺ കാണപ്പെടുന്നത് ന്യൂക്ലിയസിന് ചുറ്റുമുള്ള സർക്കുലാർ പാതയിലാണ്. ഇത്രയാണ് ന്യൂക്ലിയർ മാതൃകയിലുള്ളത്. അടുത്ത മാതൃകയാണ് പ്ലാനറ്ററി മോഡൽ അല്ലെങ്കിൽ സൗരയൂഥ മാതൃക. ആ പേരിൽ തന്നെയുണ്ട്. എന്താണ് സൗരയൂഥത്തിൽ? എങ്ങനെയാണ്? സൂര്യനെ ചുറ്റിക്കൊണ്ട് ഗ്രഹങ്ങളുണ്ട് ഇല്ലേ? അതുപോലെ ന്യൂക്ലിയസിനെ ചുറ്റിക്കൊണ്ട് എന്തുണ്ട്? ഓർബിറ്റലുകളുണ്ടെന്ന് കണ്ടുപിടിച്ചു. ഇത് നീൽസ് ബോർ ആണ് പ്ലാനറ്ററി മോഡലിൻ്റെ ഉപജ്ഞാതാവ്. ആരാണ്? നീൽസ് ബോർ. ആധുനിക അറ്റോമിക മാതൃക എന്നും പ്ലാനറ്ററി മോഡൽ അറിയപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ഷെൽ മോഡൽ എന്നും അറിയപ്പെടുന്നു. പ്ലാനറ്ററി മോഡൽ അല്ലെങ്കിൽ സൗരയൂഥ മാതൃകയുടെ മറ്റു പേരുകളാണ് ആധുനിക അറ്റോമിക് മാതൃക ഓർ ഷെൽ മോഡൽ. ന്യൂക്ലിയസിന് ചുറ്റും ഓർബിറ്റ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. ന്യൂക്ലിയസിന് ചുറ്റും എന്തുണ്ട്? ഓർബിറ്റ് അല്ലേ? ന്യൂക്ലിയസിന് ചുറ്റും ഓർബിറ്റ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ ഓരോ ഓർബിറ്റിനും കൃത്യമായ ഊർജ്ജ നിലകളുണ്ടെന്ന് പറഞ്ഞു. ഇതൊക്കെ ഈ സൗരയൂഥ മാതൃകയിൽ നീൽസ് ബോർ ആണ് പറഞ്ഞിരിക്കുന്നത്. സൗരയൂഥ മാതൃകയുടെ ഉപജ്ഞാതാവ് നീൽസ് ബോർ. അപ്പം നമ്മൾ എത്ര മോഡലുകൾ ഇപ്പം പഠിച്ചു? 3 പഠിച്ചിട്ടുണ്ട്. ആദ്യത്തെ എന്തായിരുന്നു? പ്ലം പുഡിംഗ് മോഡലിൻ്റെ ഉപജ്ഞാതാവ് ജെ തോംസൺ. അടുത്തതായിട്ട് നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? ന്യൂക്ലിയർ മോഡലിൻ്റെ ഉപജ്ഞാതാവ് ഏണസ്റ്റ് റൂദർഫോർഡ്. പിന്നീട് പഠിച്ചത് പ്ലാനറ്ററി മോഡലിൻ്റെ ഉപജ്ഞാതാവ് നീൽസ് ബോർ. അടുത്തത് ഹെയ്സൻബർഗ് അനിശ്ചിതത്വ സിദ്ധാന്തം. ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്താണ്? ഇലക്ട്രോണുകളുടെ കൃത്യമായ സ്ഥാനവും മൊമെൻറ്റവും കണ്ടുപിടിക്കാൻ കഴിയില്ല. ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ നമ്മൾ +2 ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ഇലക്ട്രോണുകളുടെ കൃത്യമായ സ്ഥാനവും മൊമെൻറ്റവും കണ്ടുപിടിക്കാൻ കഴിയില്ല എന്നാണ് ഹെയ്സൻബർഗ് പറഞ്ഞത്. ബാക്കിയുള്ള സയൻറ്റിസ്റ്റൊക്കെ നമ്മൾ പഠിച്ചു, കുറേ മോഡലൊക്കെ പഠിച്ചു, ഇലക്ട്രോണുകൾ ഓർബിറ്റലിലൂടെ സഞ്ചരിക്കുന്നുണ്ട് എന്നൊക്കെ പഠിച്ചു. എന്നാൽ ഹെയ്സൻബർഗ് പറഞ്ഞു ഇലക്ട്രോണുകളുടെ കൃത്യമായ സ്ഥാനവും മൊമെൻറ്റവും കണ്ടുപിടിക്കാൻ കഴിയില്ല. ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് വന്നൊരു മോഡലാണ് ക്വാണ്ടം മെക്കാനിക്കൽ മാതൃക. ഏറ്റവും അവസാനം വന്ന മാതൃകയാണ് ക്വാണ്ടം മെക്കാനിക്കൽ മാതൃക. 1926 ക്വാണ്ടം മെക്കാനിക്കൽ മാതൃക വന്നത്. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആറ്റത്തിൻ്റെ ഘടനയെക്കുറിച്ചാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ആറ്റം ആരാണ് കണ്ടുപിടിച്ചത്, ആറ്റം എന്ന വേർഡ് ആദ്യം ആരാണ് നിർദ്ദേശിച്ചത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. പിന്നെ ആറ്റം മാതൃകകൾ പഠിച്ചു. അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് ആറ്റത്തിൻ്റെ ഘടന. ആറ്റത്തിൻ്റെ ഘടകങ്ങളാണ് പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ എന്നിവ.
ഏതൊക്കെയാണ്? പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ എന്നിവ. ആറ്റത്തിൻ്റെ കേന്ദ്രമാണ് ന്യൂക്ലിയസ്. ആറ്റത്തിൻ്റെ കേന്ദ്രം അറിയപ്പെടുന്ന പേരാണ് ന്യൂക്ലിയസ്. ഇനി ആറ്റത്തിൻ്റെ കേന്ദ്രത്തിലാണ് പ്രോട്ടോണുകളും ന്യൂട്രോണുകളും കാണപ്പെടുന്നത്. അപ്പോൾ ആറ്റത്തിൻ്റെ കേന്ദ്രത്തിലാണ് പ്രോട്ടോണുകളും ന്യൂട്രോണുകളും കാണപ്പെടുന്നത്. ഈ പ്രോട്ടോണുകളെയും ന്യൂട്രോണുകളെയും പറയുന്ന പേരാണ് ന്യൂക്ലിയോണുകൾ. പ്രോട്ടോണുകളെയും ന്യൂട്രോണുകളെയും ചേർന്ന് പറയുന്ന പേരാണ് ന്യൂക്ലിയോൺസ്. ന്യൂക്ലിയസിന് ചുറ്റുമുള്ള വൃത്താകൃതിയിലുള്ള പാതയാണ് ഓർബിറ്റലുകൾ. ന്യൂക്ലിയസിന് ചുറ്റുമുള്ള വൃത്താകൃതിയിലുള്ള പാതയാണ് ഓർബിറ്റലുകൾ. ഇലക്ട്രോണുകളുടെ സഞ്ചാരപാതയാണ് ഓർബിറ്റൽ. ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്നത് എവിടെ കൂടിയാണ്? ഈ ഓർബിറ്റലുകളിലൂടെയാണ്. അതുകൊണ്ട് ഇലക്ട്രോണുകളുടെ സഞ്ചാരപാത ഓർബിറ്റൽ. അപ്പോൾ എന്തൊക്കെയാണ് പഠിച്ചത്? ആറ്റത്തിലെ ഘടകങ്ങൾ പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. ആറ്റത്തിൻ്റെ കേന്ദ്രം ന്യൂക്ലിയസ്. പ്രോട്ടോണും ന്യൂട്രോണും കൂടി ചേർന്ന് പറയുന്നത് ന്യൂക്ലിയോണുകൾ. ന്യൂക്ലിയസിന് ചുറ്റുമുള്ള വൃത്താകൃതിയിലുള്ള പാത ഓർബിറ്റലുകൾ. ഇലക്ട്രോണുകളുടെ സഞ്ചാരപാത ഓർബിറ്റൽ. ഇനി ആറ്റത്തിൻ്റെ മൗലിക കണങ്ങളായ പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും ഇലക്ട്രോണിനെയും കുറിച്ച് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ആദ്യത്തേത് പ്രോട്ടോൺ. ആരാണ് പ്രോട്ടോൺ കണ്ടുപിടിച്ചത്? ഏണസ്റ്റ് റൂദർഫോർഡ്. ഏണസ്റ്റ് റൂദർഫോർഡ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് പ്രോട്ടോൺ കണ്ടുപിടിച്ചത്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏണസ്റ്റ് റൂദർഫോർഡാണ് ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത്. അതുപോലെ തന്നെ ന്യൂക്ലിയർ ഫിസിക്സിൻ്റെ പിതാവും ആരാണ്? ഏണസ്റ്റ് റൂദർഫോർഡാണ്. ആൽഫ ബീറ്റ കണങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്നതും ഏണസ്റ്റ് റൂദർഫോർഡ് തന്നെയാണ്. ഓക്കെ, ഏണസ്റ്റ് റൂദർഫോർഡ് എന്ന് പ്രത്യേകം ഓർത്തിരിക്കുക. കാരണം ഡാനിയൽ റൂദർഫോർഡ് ഉണ്ട്. ഡാനിയൽ റൂദർഫോർഡ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് നൈട്രജൻ കണ്ടുപിടിച്ചത്. എന്നാൽ പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ആരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ്. ഇനി അടുത്തതായിട്ട് പ്രോട്ടോണിൻ്റെ ചാർജാണ് പോസിറ്റീവ്. പ്രോട്ടോണിൻ്റെ ചാർജ് പോസിറ്റീവ്. നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാം? പ്രോട്ടോൺ ആദ്യത്തെ ലെറ്റർ എന്താണ്? പി. പോസിറ്റീവ് ആദ്യ ലെറ്റർ പി. സോ പ്രോട്ടോൺ പോസിറ്റീവ്. അടുത്തതായിട്ട് പ്രോട്ടോണിൻ്റെ ചാർജ് പോസിറ്റീവ്, അതായത് അതിൻ്റെ വാല്യൂ 1.6 × 10⁻⁻19 കൂളമാണ്. പ്ലസ് 1.6 × 10⁻⁻19 കൂളം. ഓക്കെ, കൂളം അതിൻ്റെ ചാർജിൻ്റെ യൂണിറ്റാണ്. അടുത്തത് ഭാരം. പ്രോട്ടോണിൻ്റെ ഭാരം 1.6726 × 10⁻⁻27 കിലോഗ്രാം. പ്രോട്ടോണിൻ്റെ ഭാരം 1.6726 × 10⁻⁻27 കിലോഗ്രാം. പോസിറ്റീവ് കണങ്ങളുടെ സാന്നിധ്യം മനസ്സിലാക്കിയ ശാസ്ത്രജ്ഞനാണ് ഗോൾഡ്സ്റ്റീൻ. പ്രോട്ടോൺ കണ്ടുപിടിച്ചതാരാണ്? റൂദർഫോർഡ്. എന്നാൽ പോസിറ്റീവ് കണങ്ങളുടെ സാന്നിധ്യം മനസ്സിലാക്കിയത് ഗോൾഡ്സ്റ്റീൻ. അടുത്തതാണ് ന്യൂട്രോൺ. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക്. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക്. ന്യൂട്രോണിന് ചാർജ് ഇല്ല. ഓക്കെ, ന്യൂട്രോൺ നോ ചാർജ്. ഓക്കെ, ഏറ്റവും ഭാരം കൂടിയ കണം, ആറ്റത്തിലെ ഏറ്റവും ഭാരം കൂടിയ കണമാണ് ന്യൂട്രോൺ. 1.6749 × 10⁻⁻27 കിലോഗ്രാം ആണ് ന്യൂട്രോണിൻ്റെ ഭാരം. ഓക്കെ, ആറ്റത്തിൻ്റെ ഏറ്റവും ഭാരം കൂടിയ കണമാണ് ന്യൂട്രോൺ. അടുത്തതായിട്ട് ഇലക്ട്രോൺ. ഇലക്ട്രോൺ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് ജെ തോംസൺ. ജെ തോംസനെ കുറിച്ച് നമ്മൾ മുന്നിൽ പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു? പ്ലം പുഡിംഗ് മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത സയൻറ്റിസ്റ്റാണ് ജെ തോംസൺ. ആ ജെ തോംസൺ തന്നെയാണ് ഇലക്ട്രോൺ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവാണ്. ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവ്. -1.6 × 10⁻⁻19 കൂളമാണ് ഇലക്ട്രോണിൻ്റെ ചാർജ്. പ്രോട്ടോണിൻ്റെ ചാർജ് എന്തായിരുന്നു? പോസിറ്റീവ്. ന്യൂട്രോണിൻ്റെത് നോ ചാർജ്. ഇലക്ട്രോണിൻ്റെത് നെഗറ്റീവ്. ഓക്കെ, ആറ്റത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ കണമാണ് ഇലക്ട്രോൺ. 9.1 × 10⁻⁻31 കിലോഗ്രാം ആണ് ഇലക്ട്രോണിൻ്റെ ഭാരം. ഓക്കെ, ഏറ്റവും ഭാരം കൂടിയത് ആരായിരുന്നു? ന്യൂട്രോൺ. ഓക്കെ, ഏറ്റവും ഭാരം കൂടിയ കണമാണ് ന്യൂട്രോൺ. എന്നാൽ ആറ്റത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ കണമാണ് ഇലക്ട്രോൺ. ഓക്കെ, 9.1 × 10⁻⁻31. ഇവിടെ 10ൻ്റെ പവർ നോക്കുക. 10⁻⁻31 ആണ്. ന്യൂട്രോണിൻ്റെതാണെങ്കിൽ 1.6749 × 10⁻⁻27 കിലോഗ്രാം ആണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും ഭാരം കുറഞ്ഞ കണമാണ്, ആറ്റത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ കണമാണ് ഇലക്ട്രോൺ. ഇനി ഇലക്ട്രോൺ എന്ന പദം നിർദ്ദേശിച്ചത് ജോൺ സ്റ്റോണി. ഇലക്ട്രോൺ എന്ന പദം നിർദ്ദേശിച്ചത് ജോൺ സ്റ്റോണി.
ഇലക്ട്രോണിൻ്റെ ദ്വൈത സ്വഭാവം കണ്ടുപിടിച്ചത് ഡി ബ്രോളി. ദ്വൈതം ഡി ബ്രോളി. ഓക്കെ, ഇനി ഇലക്ട്രോണിൻ്റെ ചാർജ് കണ്ടുപിടിച്ചത് മില്ലീക്കൻ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. ഇലക്ട്രോൺ ചാർജ് കണ്ടുപിടിച്ചത് മില്ലീക്കൻ. അദ്ദേഹത്തിൻ്റെ ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെൻറ്റിലൂടെയാണ് ഇലക്ട്രോണിൻ്റെ ചാർജ് കണ്ടുപിടിച്ചത്. അപ്പോൾ എന്തൊക്കെയാണ്? ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ, ഇലക്ട്രോൺ എന്ന പദം നിർദ്ദേശിച്ചത് ജോൺ സ്റ്റോണി, ഇലക്ട്രോണിൻ്റെ ദ്വൈത സ്വഭാവം വിശദീകരിച്ചത് ഡി ബ്രോളി, ഇലക്ട്രോൺ ചാർജ് കണ്ടുപിടിച്ചത് മില്ലീക്കൻ. അപ്പോൾ ആറ്റത്തിൻ്റെ മൗലിക കണങ്ങൾ ഇതാണ്: പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. ഓക്കെ, പ്രോട്ടോൺ ഏണസ്റ്റ് റൂദർഫോർഡ്, ന്യൂട്രോൺ ജെയിംസ് ചാഡ്വിക്ക്, ഇലക്ട്രോൺ ജെ തോംസൺ. ഇനി ആറ്റത്തിലെ ഏതൊരു കണത്തിനും ആൻറ്റി പാർട്ടിക്കിൾ ഉണ്ട്. അങ്ങനെ ആറ്റത്തിലെ ഏതൊരു കണത്തിനും ആൻറ്റി പാർട്ടിക്കിൾ ഉണ്ട് എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റാണ് പോൾ ഡിറാക്. ഓക്കെ, ആറ്റത്തിലെ ഏതൊരു കണത്തിനും ആൻറ്റി പാർട്ടിക്കിൾ ഉണ്ട് എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റാണ് പോൾ ഡിറാക്. അപ്പം ആറ്റത്തിലെ കണമാണ് ഇലക്ട്രോൺ അല്ലേ. ഇലക്ട്രോണിൻ്റെ ആൻറ്റി പാർട്ടിക്കിളാണ് ആൻറ്റി ഇലക്ട്രോണിന് മറ്റൊരു പേര് കൂടിയുണ്ട്, പോസിട്രോൺ. ആൻറ്റി ഇലക്ട്രോണിൻ്റെ പേരാണ് പോസിട്രോൺ. ഓക്കെ, അതുപോലെ തന്നെ ന്യൂട്രോണിന് എന്തുണ്ട്? ആൻറ്റി ന്യൂട്രോൺ ഉണ്ട്. പ്രോട്ടോണിന് ആൻറ്റി പ്രോട്ടോണും ഉണ്ട്. ഷെല്ലുകൾ അഥവാ ഓർബിറ്റലുകൾ. ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഇലക്ട്രോണുകളുടെ സഞ്ചാരപാതയാണ് ഷെൽസ് അഥവാ ഓർബിറ്റലുകൾ. ഒന്നാമത്തെ ഷെല്ലിന് പറയുന്ന പേര് കെ ഷെൽ, രണ്ടാമത്തത് എൽ, മൂന്നാമത്തെ ഷെല്ല് എം, നാലാമത്തെ ഷെല്ലിൻ്റെ പേരാണ് എൻ ഷെൽ. ഇങ്ങനെയാണ് ഷെല്ലുകളുടെ ക്രമീകരണം. ഓരോ ഷെല്ലിലും ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2n². ഇവിടെ n എന്ന് പറയുന്ന സ്ഥാനത്ത് നമ്മൾ എത്രാമത്തെ ഷെല്ലാണോ ആ നമ്പർ ഇട്ടിട്ടാണ് കാണേണ്ടത്. അപ്പോൾ ഏറ്റവും എനർജി ലെവൽ കുറഞ്ഞ ഷെല്ലാണ് കെ ഷെൽ. ന്യൂക്ലിയസിനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഷെല്ല് ഏതാണ്? കെ ഷെൽ. ആ ഷെല്ലിന് തന്നെയാണ് എനർജി ലെവൽ ഏറ്റവും കുറവ്. അപ്പോൾ ന്യൂക്ലിയസിൽ നിന്ന് അകലും തോറും എനർജി ലെവൽ എന്താകുന്നു? കൂടുന്നു. അപ്പോൾ എന്താണ്? ന്യൂക്ലിയസിൽ നിന്ന് അകലും തോറും എനർജി ലെവലും കൂടുന്നു. ഓക്കെ, അപ്പോൾ എനർജി ലെവൽ ഏറ്റവും കുറഞ്ഞ ഷെൽ കെ ഷെൽ. അടുത്തതായിട്ട് ഷെല്ലുകളുടെ വർഗീകരണം. അപ്പോൾ നമ്മൾ കെ ഷെല്ലുണ്ട്, എൽ ഷെല്ലുണ്ട് എന്നൊക്കെ പഠിച്ചു. അപ്പം അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് ഷെല്ലുകളുടെ വർഗീകരണം. അപ്പം കെ ഷെൽ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഷെല്ലാണ് കെ ഷെല്ല്. ഓക്കെ, അപ്പം അതിന് പരമാവധി എത്ര ഇലക്ട്രോൺസ് വരെ അതിൽ ഉൾക്കൊള്ളാൻ പറ്റും എന്ന് കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? 2n² എന്ന ഇക്വേഷൻ ഇട്ട് ചെയ്താൽ മതി. അതെങ്ങനെ ചെയ്യാൻ പറ്റും? 2 × n². n മീൻസ് എത്രാമത്തെ ഷെല്ലാണ്? ഒന്നാമത്തത്. അപ്പോൾ 2 × 1² = 2 × 1² എന്ന് പറയുമ്പോൾ എത്ര ആൻസർ? 2 അല്ലേ? 2 തന്നെ. അടുത്തതായിട്ട് നമുക്ക് എൽ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? എൽ ഷെല്ലിൽ 2 × എൽ എത്രാമത്തെ ഷെല്ലാണ്? രണ്ടാമത്തെ ഷെല്ല്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 2² ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × എന്താണ്? 2² = 4. 2 × 4 = 8. ഓക്കെ, അപ്പം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഒന്നാമത്തെ ഷെല്ലായതുകൊണ്ട് 2n², 2 × 1² 2. രണ്ടാമത്തെ ഷെല്ലിൽ 2 × 2² ദാറ്റ് ഈസ് ഈക്വൽ ടു 8 കിട്ടും. ഇതുപോലെ നമുക്ക് എം ഷെല്ലിലും എൻ ഷെല്ലിലും പരമാവധി എത്ര ഇലക്ട്രോണുകൾ ഉൾക്കൊള്ളുമെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അടുത്തത് അറ്റോമിക് നമ്പർ 30 മൂലകത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതാം? അപ്പോൾ അറ്റോമിക് നമ്പർ 30 മൂലകം ഏതാണ്? സിങ്ക്. ഓക്കെ, സിങ്കിൻ്റെ അറ്റോമിക് നമ്പറാണ് 30. അപ്പോൾ എന്താണ് അറ്റോമിക് നമ്പർ 30 എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയായിരിക്കും? 30 അല്ലേ? അറ്റോമിക് നമ്പർ തന്നെയാണ് എന്ത്? ഇലക്ട്രോണുകളുടെ എണ്ണം അല്ലെങ്കിൽ പ്രോട്ടോണുകളുടെ എണ്ണത്തിന് തുല്യമാണത്. അപ്പം എന്താണ് അറ്റോമിക് നമ്പർ 30 മൂലകത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറഞ്ഞാൽ നമുക്കറിയാം ഒന്നാമത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ആണ് ഉൾക്കൊള്ളാൻ പറ്റുന്നത്? പരമാവധി ഉൾക്കൊള്ളാൻ പറ്റുന്നത് 2 ഇലക്ട്രോൺസ് മാത്രമാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും പരമാവധി 2 ഇലക്ട്രോൺസ്. അടുത്ത ഷെല്ലിനകത്ത് രണ്ടാമത്തെ ഷെല്ല് എൽ ഷെല്ല്, രണ്ടാമത്തെ ഷെല്ലിനകത്ത് എത്ര ഇലക്ട്രോൺസ് ഉൾക്കൊള്ളാൻ പറ്റും? 8 ഇലക്ട്രോൺസ് വരെ പരമാവധി ഉൾക്കൊള്ളാൻ പറ്റും. അടുത്തത് എന്താണ്? മൂന്നാമത്തെ ഷെല്ലിൽ മാക്സിമം എത്ര ഇലക്ട്രോൺസ് ഉൾക്കൊള്ളാൻ പറ്റും? 18
ഇലക്ട്രോൺസ് പറ്റും. അപ്പോൾ ഇപ്പോൾ ഇവിടെ ടോട്ടൽ എത്രയായി? 18 + 8 + 2 = 28. പക്ഷേ നമുക്ക് എത്രയാണ് ചോദിച്ചത്? അറ്റോമിക് നമ്പർ 30 ആയതാണ്. അപ്പോൾ 30, 28 ഓൾറെഡി കിട്ടി. അപ്പോൾ 30 ആവാൻ ഇനി എത്രയും കൂടി വേണം? 2. അപ്പോൾ ഈ ഷെല്ലിനകത്ത് എത്ര ഇലക്ട്രോൺസ് ആണ് ഉണ്ടായിരിക്കുക? 2. അപ്പോൾ അങ്ങനെ അതാണ് അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 8, 18. അടുത്തതായിട്ട് സബ്ഷെൽ. ഓരോ ഷെല്ലിലും കാണപ്പെടുന്ന ഊർജ്ജ മേഖലകളാണ് സബ്ഷെൽ. അപ്പോൾ K, L, M, N എന്നീ ഷെല്ലുകളുണ്ടെന്ന് നമ്മൾ പഠിച്ചു. അതിൽ ഓരോ ഷെല്ലിലും കാണപ്പെടുന്ന ഊർജ്ജ മേഖലകളാണ് സബ്ഷെൽ. സബ്ഷെല്ലുകൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് S, P, D, F എന്നീ ലെറ്റർ ഉപയോഗിച്ചാണ്, സ്മോൾ ലെറ്റർ. ഓക്കെ, സബ്ഷെല്ലുകൾ S, P, D, F. അതിൽ S സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2. P സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 6. D സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 10. F സബ്ഷെല്ലിൽ 14. അത് പഠിച്ചിരിക്കണം. Sൽ 2, P സബ്ഷെല്ലിൽ 6, Dയിൽ 10, F സബ്ഷെല്ലിൽ 14. ഓക്കെ, S സബ്ഷെല്ലിൽ 2 ഇലക്ട്രോണുകൾ, P സബ്ഷെല്ലിൽ 6, D സബ്ഷെൽ 10, F സബ്ഷെൽ 14. ഓക്കെ, 2, 6, 10, 14. 2, 6, 10, 14. ഓക്കെ, അടുത്തതായിട്ട് അറ്റോമിക് നമ്പർ, അതുപോലെ മാസ് നമ്പർ. നമ്മളെപ്പോഴും കേൾക്കുന്നതാണ് അറ്റോമിക് നമ്പർ, മാസ് നമ്പർ. എന്താണ് അറ്റോമിക് നമ്പർ? അറ്റോമിക് നമ്പർ ഒരു ആറ്റത്തിൽ പ്രോട്ടോണുകളുടെ എണ്ണം അല്ലെങ്കിൽ ഇലക്ട്രോണുകളുടെ എണ്ണത്തിനെയാണ് നമ്മൾ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണം അല്ലെങ്കിൽ ഇലക്ട്രോണുകളുടെ എണ്ണത്തെയാണ് അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. നമുക്കറിയാം, ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണവും ഇലക്ട്രോണുകളുടെ എണ്ണവും എപ്പോഴും തുല്യമായിരിക്കും. അപ്പോൾ ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണം അല്ലെങ്കിൽ ഇലക്ട്രോണുകളുടെ എണ്ണത്തിനെയാണ് അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. അറ്റോമിക് നമ്പർ റെപ്രസെൻറ്റ് ചെയ്യുന്നത് Z എന്ന ലെറ്റർ ഉപയോഗിച്ചിട്ടാണ്. അറ്റോമിക് എന്ന് കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് A എന്ന് വിചാരിക്കും, പക്ഷേ A അല്ല, അറ്റോമിക് നമ്പർ Z എന്ന ലെറ്റർ വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അടുത്തത് മാസ് നമ്പർ. മാസ് നമ്പർ ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും എണ്ണത്തിനെയാണ് നമ്മൾ മാസ് നമ്പർ എന്ന് പറയുന്നത്. മാസ് നമ്പർ എങ്ങനെയാണ് എഴുതുന്നത്? A. ഓക്കെ, മാസ് നമ്പർ ആറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും എണ്ണമാണ് മാസ് നമ്പർ. എന്താണ് അറ്റോമിക് നമ്പർ? ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെ അല്ലെങ്കിൽ ഇലക്ട്രോണുകളുടെ എണ്ണത്തിനെയാണ് അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. എന്നാൽ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും എണ്ണത്തിനെയാണ് മാസ് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ആറ്റത്തിൻ്റെ അറ്റോമിക് നമ്പറും മാസ് നമ്പറും നമ്മുടെ കയ്യിലുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് അതിനകത്ത് നിന്ന് എന്ത് കണ്ടുപിടിക്കാം? ന്യൂട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കാം. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? A-Z ചെയ്താൽ മതി. അതായത് മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ മൈനസ് ചെയ്താൽ എന്ത് കിട്ടും? നമുക്ക് ന്യൂട്രോണുകളുടെ എണ്ണം കിട്ടും. കാരണം എന്താണ്? പ്രോട്ടോണുകളും ന്യൂട്രോണുകളും ചേർന്നിട്ടാണ് മാസ് നമ്പർ എന്ന് പറയുന്നത്. മാസ് നമ്പർ എന്ന് പറയുന്നത് എന്താണ്? പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും എണ്ണമാണ്. അതേസമയം അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണം അല്ലെങ്കിൽ ഇലക്ട്രോണുകളുടെ എണ്ണമാണ്. അതിനെ നമുക്ക് എന്ത് ചെയ്താൽ മതി? മാസ് നമ്പറിൽ നിന്ന് മൈനസ് ചെയ്താൽ നമുക്ക് ന്യൂട്രോണുകളുടെ എണ്ണം കിട്ടും. അടുത്തത് തന്മാത്ര. അടുത്ത ടോപ്പിക്കാണ് തന്മാത്ര അല്ലെങ്കിൽ മോളിക്യൂള്. ഒരു പദാർത്ഥത്തിൻ്റെ ഭൗതികപരമായ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര. നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ടായിരുന്നു, ഒരു പദാർത്ഥത്തിൻ്റെ രാസപരമായ ഏറ്റവും ചെറിയ കണിക എന്തായിരുന്നു? ആറ്റം. ഇവിടെയോ ഒരു പദാർത്ഥത്തിൻ്റെ ഭൗതികപരമായ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര അഥവാ മോളിക്യൂൾ. ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ സ്വഭാവ സവിശേഷതകളും അടങ്ങിയ ഏറ്റവും ചെറിയ കണിക തന്മാത്ര. ഓക്കെ, ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ സ്വഭാവ സവിശേഷതകളും അടങ്ങിയ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര. തന്മാത്രകളിൽ തന്നെ നമുക്ക് ഏകാറ്റോമിക തന്മാത്രകളുണ്ട്, ദ്വയാറ്റോമിക തന്മാത്രകളുണ്ട്, ബഹു അറ്റോമിക തന്മാത്രയും ഉണ്ട്. ഏകാറ്റോമിക തന്മാത്ര എന്ന അടുത്തത് ദ്വയാറ്റോമിക തന്മാത്ര. ദ്വയാറ്റോമിക തന്മാത്രയ്ക്ക് ഉദാഹരണമാണ് ഹൈഡ്രജൻ, ഓക്സിജൻ. അതൊക്കെ ഹൈഡ്രജൻ ഇപ്പോൾ എങ്ങനെയാണ്? H2 ആയിട്ടാണ് നിൽക്കുന്നത്. അല്ലെങ്കിൽ ഓക്സിജൻ എങ്ങനെയാണ്? O2 ആണ്. അങ്ങനെയാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് അവയെ എന്ത് പറയാം? ദ്വയാറ്റോമിക തന്മാത്ര എന്ന് പറയുന്നു. അടുത്തത് ബഹു അറ്റോമിക തന്മാത്ര. അതിനുള്ള എക്സാമ്പിളാണ് സൾഫർ, ഫോസ്ഫറസ്. ബഹു അറ്റോമിക പേരിൽ തന്നെ ഉണ്ട്. എന്താണ്? രണ്ടിൽ കൂടുതൽ ആറ്റംസുകൾ, അതായത്
S8 അതാണ് സൾഫർ. ഫോസ്ഫറസ് എന്താണ്? ഫോസ്ഫറസിൻ്റെത് P4 ആണ്. ഫോസ്ഫറസ് P4 ആണ്. അപ്പോൾ ഒരു പദാർത്ഥത്തിൻ്റെ ഭൗതികപരമായ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര. ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ സ്വഭാവ സവിശേഷതകളും അടങ്ങിയ ഏറ്റവും ചെറിയ കണികയും എന്താണ്? തന്മാത്ര. ഏകാറ്റോമിക തന്മാത്രയ്ക്ക് ഉദാഹരണമാണ് ഹീലിയം, ആർഗൺ. ദ്വയാറ്റോമിക തന്മാത്രയ്ക്ക് ഹൈഡ്രജൻ, ഓക്സിജൻ. ബഹുഅറ്റോമിക തന്മാത്രകൾക്ക് ഉദാഹരണമാണ് സൾഫർ, ഫോസ്ഫറസ്. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഐസോടോപ്പ്, ഐസോബാർ, ഐസോടോൺ എന്നിവയെക്കുറിച്ചാണ്. ഓക്കെ, എന്താണ് ഐസോടോപ്പ്? ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള മൂലകങ്ങളാണ് ഐസോടോപ്പ്. എന്താണ്? ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള മൂലകങ്ങളാണ് ഐസോടോപ്പ്. ഇവിടെ എക്സാമ്പിളായിട്ട് ഹൈഡ്രജൻ്റെ ഐസോടോപ്പാണ് കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ് ഹൈഡ്രജൻ്റെ ഐസോടോപ്പുകളാണ്? പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. പ്രോട്ടിയത്തിന് എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്? 1H1 ആണ്. ഇവിടെ അറ്റോമിക് നമ്പർ, പ്രോട്ടിയത്തിൻ്റെ അറ്റോമിക് നമ്പർ കൊടുത്തിരിക്കുന്നത് 1 ആണ്. മാസ് നമ്പറും 1 ആണ്. ഡ്യൂട്ടീരിയം ശ്രദ്ധിച്ചേ, അറ്റോമിക് നമ്പർ എന്താണ്? സെയിം ആണ്, 1 തന്നെയാണ്. എന്നാൽ മാസ് നമ്പർ 2 ആണ്. ട്രിഷ്യത്തിനകത്ത് അറ്റോമിക് നമ്പർ 1 തന്നെയാണ്, മാസ് നമ്പർ 3 ആണ്. അപ്പോൾ എന്താണ് മനസ്സിലായത്? ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള മൂലകങ്ങളാണ് ഐസോടോപ്പ്. അടുത്തത് ഐസോബാർ. ഓക്കെ, ഐസോബാർ എന്താണ്? ഐസോടോപ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക് നമ്പറുമുള്ള മൂലകങ്ങളാണ് ഐസോബാറുകൾ. ഇവിടെ എക്സാമ്പിളായിട്ട് നമുക്ക് സോഡിയം, മഗ്നീഷ്യം നോക്കാം. സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 11. ഇവിടെ എത്രയാണ്? മാസ് നമ്പർ 24. മഗ്നീഷ്യത്തിൻ്റെത് എന്താണ്? അറ്റോമിക് നമ്പർ 12, മാസ് നമ്പർ 24. അപ്പോൾ എന്താണ് ഇവിടെ? മാസ് നമ്പർ മുകളിൽ എഴുതിയിരിക്കുന്നതാണ് മാസ് നമ്പർ, അറ്റോമിക് നമ്പർ താഴെ എഴുതിയിരിക്കുന്നതാണ്. അപ്പോൾ എത്രയാണ്? സെയിം ആണ് എന്ത്? മാസ് നമ്പർ, ബട്ട് ഡിഫറെൻ്റ് അറ്റോമിക് നമ്പർ. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക് നമ്പറുമുള്ള മൂലകങ്ങളാണ് ഐസോബാറുകൾ. അടുത്തത് ഐസോട്ടോൺ. ന്യൂട്രോണുകളുടെ എണ്ണം തുല്യമായ മൂലകങ്ങളാണ് ഐസോട്ടോൺ. ന്യൂട്രോണുകളുടെ എണ്ണം തുല്യമായ മൂലകങ്ങളാണ് ഐസോട്ടോൺ. ഇവിടെ എക്സാമ്പിൾ ശ്രദ്ധിക്കുക. ഓക്സിജൻ അറ്റോമിക് നമ്പർ എത്രയാണ്? ഇവിടെ 8, മാസ് നമ്പർ 16. നമുക്കിവിടെ മാസ് നമ്പറും അറ്റോമിക് നമ്പറും തന്നിട്ടുണ്ടെങ്കിൽ ന്യൂട്രോണുകളുടെ എണ്ണം കാണാനൊരു ഇക്വേഷൻ ഉണ്ട്. എന്തായിരുന്നു? മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ അങ്ങ് മൈനസ് ചെയ്താൽ മതി. അപ്പോൾ എത്രയാണ്? 16 - 8 = 8. അടുത്തത് കാർബണിൻ്റെത് നോക്കുക. കാർബണിൻ്റെത് അറ്റോമിക് നമ്പർ 6, മാസ് നമ്പർ 14. അപ്പം എന്ത് ചെയ്യുക? 14 - 6, ആൻസർ എത്രയാ? 8. അപ്പോൾ എന്താണ്? ന്യൂട്രോണുകളുടെ എണ്ണം എന്താ ഇവിടെ? തുല്യമാണ്. അതുപോലെയുള്ള മൂലകങ്ങൾക്ക് പറയുന്ന പേരാണ് ഐസോട്ടോൺ. അപ്പോൾ ഏതൊക്കെയാണ് 3 ഐസോടോപ്പ്, ഐസോബാർ, ഐസോട്ടോൺ. ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള മൂലകങ്ങൾ ഐസോടോപ്പ്. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക് നമ്പറുമുള്ള മൂലകങ്ങൾ ഐസോബാർ. ന്യൂട്രോണുകളുടെ എണ്ണം തുല്യമായ മൂലകങ്ങൾ ഐസോട്ടോൺ. അടുത്തത് സംയുക്തങ്ങൾ ഓർ കോമ്പൗണ്ട്സ്. വ്യത്യസ്തതരം ആറ്റങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നവയാണ് സംയുക്തങ്ങൾ. ഒരേ തരം ആറ്റങ്ങളല്ല, വ്യത്യസ്തതരം ആറ്റങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നവയാണ് സംയുക്തങ്ങൾ. അതിനകത്ത് തന്നെ ആറ്റങ്ങൾക്ക് എന്തുണ്ടാകും? ഒരു നിശ്ചിത അനുപാതം ഉണ്ടായിരിക്കും. ഉദാഹരണം എടുക്കുകയാണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, ഉദാഹരണം കാർബൺ ഡൈ ഓക്സൈഡ്. എങ്ങനെയാണ് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് എഴുതുന്നത്? CO2. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡ്. ഇവിടെ നോക്കിയേ, ആറ്റങ്ങൾ രണ്ടും വ്യത്യസ്തമല്ലേ? അപ്പോൾ എന്താണ്? അതാണ് പറയുന്നത് വ്യത്യസ്തതരം ആറ്റങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നവയാണ് സംയുക്തങ്ങൾ. അതുപോലെ എന്താണ്? ആറ്റങ്ങൾക്ക് നിശ്ചിത അനുപാതം ഉണ്ടായിരിക്കും. എന്തുകൊണ്ടാണത്? ഇവിടെ കാർബൺ 1 ആണെങ്കിൽ ഓക്സിജൻ എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട്. ഓക്സിജൻ എത്ര ഉണ്ട്? 2 എണ്ണം ഉണ്ട്. അപ്പോൾ എന്താണ്? ഒരു നിശ്ചിത അനുപാതം ഉണ്ടായിരിക്കും. അടുത്തത് ജലം നമ്മൾ എങ്ങനെ എഴുതുന്നത്? H2O അല്ലേ? H2O. അപ്പോൾ എന്താണ്? ഹൈഡ്രജൻ 1 ആണെങ്കിൽ ഹൈഡ്രജൻ 2 ആണെങ്കിൽ ഓക്സിജൻ 1. ഈ അനുപാതത്തിലാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ എന്താണ്? സംയുക്തങ്ങൾ വ്യത്യസ്തതരം ആറ്റങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നവയാണ്. ആറ്റങ്ങൾക്ക് നിശ്ചിത അനുപാതം ഉണ്ടായിരിക്കും. ഉദാഹരണം കാർബൺ ഡൈ ഓക്സൈഡ്, ജലം.
ഓക്കെ, അടുത്തതായിട്ടുള്ളത് നമ്മുടെ അവസാനത്തെ ടോപ്പിക്ക് ആറ്റം ഘടന എന്ന് പറയുന്ന ടോപ്പിക്കിൽ അവസാനമായിട്ടുള്ളതാണ് മൂലകങ്ങൾ. ഒരേ തരം ആറ്റങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നവയാണ് മൂലകങ്ങൾ. അപ്പോൾ എന്താണ് സംയുക്തങ്ങളും മൂലകങ്ങളും തമ്മിലുള്ള വ്യത്യാസം? സംയുക്തങ്ങൾ എന്ന് പറയുമ്പോൾ വ്യത്യസ്ത തരം ആറ്റങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നവയാണ്. മൂലകങ്ങളോ ഒരേ തരം ആറ്റങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നവ. മൂലകം എന്ന പദം നിർദ്ദേശിച്ചത് റോബർട്ട് ബോയിലാണ്. മൂലകം എന്ന പദം നിർദ്ദേശിച്ചത് റോബർട്ട് ബോയിലാണ്. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ടായിരുന്നു ആറ്റം എന്ന പദം നിർദ്ദേശിച്ചത് അതാരായിരുന്നു? ഓസ്റ്റ്വാൾഡ് ആയിരുന്നു. അതുപോലെ ഇവിടെ മൂലകം എന്ന പദം നിർദ്ദേശിച്ചത് റോബർട്ട് ബോയിൽ. ഓക്കെ, മൂലകം ആറ്റങ്ങളാൽ നിർമ്മിതമാണെന്ന് തെളിയിച്ചത് ജോൺ ഡാൽട്ടൺ ആണ്. നമ്മുടെ അറ്റോമിക സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവായ ജോൺ ഡാൽട്ടൺ ആണ് മൂലകം ആറ്റങ്ങളാൽ നിർമ്മിതമാണെന്ന് തെളിയിച്ചത്. ഉദാഹരണത്തിന് ഹൈഡ്രജൻ ഒരു മൂലകമാണ്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ആറ്റം ഘടന എന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്? ഇതിനകത്ത് ആറ്റം പഠിച്ചു, ആറ്റം ഘടന പഠിച്ചു, ആറ്റം മാതൃകകൾ പഠിച്ചു, ഐസോടോപ്പ്, ഐസോബാർ, പിന്നെ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്? സംയുക്തങ്ങൾ, മൂലകങ്ങൾ, തന്മാത്രകൾ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. അപ്പം ഓരോ ദിവസവും എടുക്കുന്ന ക്ലാസ്സുകൾ മാക്സിമം അന്ന് തന്നെ പഠിച്ചു തീർക്കാൻ. ഇന്ന് കെമിസ്ട്രിയിലെ ആദ്യത്തെ ടോപ്പിക്ക് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. അടുത്തത് ഫിസിക്സിലെ ദ്രവ്യവും പിണ്ഡവും എന്ന ആദ്യത്തെ ടോപ്പിക്കുമായിട്ട് കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.